നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ ചില പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരിഹാരം. അല്ലാതെ മരുന്നും അസ്വസ്ഥതയും അല്ല. എന്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരു പരിഹാര മാർഗം സ്വീകരിക്കാൻ പറ്റും? അതിൽ ചില മേഖലകൾ, നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലെ ചില മേഖലകൾ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്ന, മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഭിക്കുന്ന വരുമാനം ആവശ്യങ്ങൾക്ക് തികയാതെ വരുന്നു എന്നതാണ്. പിന്നീട് എന്താണ് അയാളെ സംഘർഷത്തിലേക്ക് എത്തിച്ചത്? അവൻ കടം വാങ്ങുന്നു, അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി പലിശ ഇടപാടുകൾ നടത്തുന്നു, അവൻ അരുതാത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. എന്തു സംഭവിക്കുന്നു? അവൻ സമ്പൂർണമായി അസ്വസ്ഥതയിലേക്കാണ് എത്തിച്ചേരുന്നത്. കടത്തിലേക്കും ബാങ്ക് ജപ്തിയിലേക്കും പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട് പരിഹാസങ്ങളുടെ കുത്തുവാക്കിലേക്ക്, ശാരീരിക പീഡനങ്ങളിലേക്കും ഒക്കെ അവൻ എത്തിക്കും. മനസ്സിൽ ചെറിയ ഒരു അഭിമാനമുള്ളവൻ കുടുംബസമേതം ആത്മഹത്യ ചെയ്യും. ഈ ദുരന്തം നമ്മിലേക്കും എത്തും. കാരണം ഏറ്റവും വലിയ ദുരഭിമാനികൾ നമ്മളാണ് എന്നതാണ് വസ്തുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഔസാനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. അബൂ ദർദാ റളിയല്ലാഹു അൻഹു കൊടുത്ത കുറേയധികം ഉപദേശങ്ങളിൽ ഉപദേശമാണ് ഇത്. എപ്പോഴും ജീവിതത്തെ നീ കാണുമ്പോൾ നിന്നിലേക്ക് നോക്കുന്നതോടൊപ്പം നിന്റെ താഴെ ഉള്ളവരിലേക്കാണ് നീ നോക്കേണ്ടത്. ഒരിക്കലും നിന്നേക്കാൾ അനുഗ്രഹങ്ങൾ ലഭിച്ചവരിലേക്കല്ല. അത് നിന്നെ പ്രയാസത്തിലാക്കും എന്നാണ്. ഇങ്ങനെ തന്റെ താഴെയുള്ള ആളിലേക്ക് ഒരാൾ നോക്കാൻ ശ്രമിച്ചാൽ അയാൾക്കൊരു വല്ലാത്ത മനസ്സ് അല്ലാഹു നൽകും. എന്താ മനസ്സെന്നറിയോ? തന്നേക്കാൾ അനുഗ്രഹം ലഭിക്കാത്തവനോട് അവന് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന അവന്റെ മനസ്സിൽ നിന്നുണ്ടാകും ആദ്യം. പിന്നീട് തനിക്ക് എങ്ങനെ അയാളെ സഹായിക്കാൻ സാധിക്കും എന്നത്. അവിടെയാണ് കിഡ്നി തകരാറിലായ ഒരു സുഹൃത്തിന് വേണ്ടി ബക്കറ്റ് പിടിച്ചു നിൽക്കുന്ന തന്റെ ഒരു സഹോദരനെ റോട്ടിൽ കാണുമ്പോൾ അറിയാതെ ബ്രേക്ക് ചവിട്ടും. അവൻ തന്റെ മനസ്സിൽ നിന്ന് തൃപ്തിയോടുകൂടി ഒരു സംഖ്യ കൊടുക്കും. അതിനു മുമ്പിൽ എന്താ അറിയാം? പ്രശ്നേ, എനിക്കത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കൊരു പ്രശ്നമല്ല, അല്ലാ അത് മുടക്കിപ്പോയല്ലോ നീ പരീക്ഷണമായിട്ട്, അവന് ശിഫ നൽകണേ, ആശ്വാസം നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഔസാനി ബിഹുബ്ബിൽ മസാകിൻ. സാധുക്കളോടുള്ള മുഹബ്ബത്ത്, നിന്റെ ഇഷ്ടം നിനക്ക് ഉണ്ടാവണം. മാത്രമല്ല, ഇഷ്ടം മാത്രമല്ല, വദുനുവ്വി മിൻഹും, അവരെ നീ ഏറ്റെടുക്കുകയും ചെയ്യണം. ഇത് ജീവിതത്തിൽ വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. സഹോദരങ്ങളെ, സാധുക്കളെ സഹായിക്കണമെങ്കിൽ അവരിലേക്ക് നോക്കണം, അവരെ വിലയിരുത്തണം. സ്വന്തത്തിലേക്ക് നോക്കണം, എന്നെ വിലയിരുത്തണം. എനിക്ക് ലഭിച്ചതിനെ കുറിച്ച് ഓർമ്മ വരികയും അത് ലഭിക്കാതെ പരീക്ഷിക്കപ്പെട്ടവനെ കുറിച്ച് ആശ്വാസം ലഭിക്കാൻ ആഗ്രഹമുണ്ടാവുകയും ചെയ്യും. ഇന്ന് നമ്മുടെ മനസ്സങ്ങനല്ല. വാപ്പ മരിക്കോളം മക്കൾ പോലും ചിന്തിക്കൂല, എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഫഹ്റ് നടിച്ച് അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ആരെങ്കിലും ഒന്ന് മരിച്ചാൽ പിന്നെ എത്തിക്കാനൊക്കെ ടോക്കൺ എടുത്ത് അവിടെ 10,000 ചെലവഴിച്ച് ചോറ് കൊടുക്കുന്നിടത്തേ ഉണ്ടാവുള്ളൂ. അത് മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിനു മുൻപ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും. ഇന്ന് പലപ്പോഴും സഹോദരങ്ങളെ, ചാരിറ്റി ഒരു അലങ്കാരമായി കൊണ്ടിരിക്കുന്നു. കുറ്റപ്പെടുത്തൽ ഒരു അലങ്കാരം. ഞാൻ ഇന്ന് ചെയ്യുന്നു, 4 ആളുകൾക്ക് മുമ്പിൽ പറയാം, അല്ലെങ്കിൽ അതൊരു സൊസൈറ്റിയിൽ ഞാൻ അതിന്റെ വലിയ ആളാണെന്ന് പറയാം. നല്ലതാണ്, ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ ചാരിറ്റി എന്ന വാക്ക് അത് സ്വന്തത്തിന്റെ സമ്പാദ്യമായി കാണുന്നിടത്താണ് നമ്മൾ വിജയിക്കേണ്ടത് എന്നർത്ഥം. അവിടെയാണ് ഈ ഹദീസ് ഏറ്റവും പ്രസക്തമാകുന്നത്. ഉൻദുറൂ, സഹോദരങ്ങളെ, റസൂലുള്ളാഹിയാണ് പറയുന്നത്, ഉൻദുറൂ, നോക്കൂ. നോക്കാനുള്ള കൽപ്പനയാണ്. ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ ഇലാ മൻ ഹുവ ഫൗഖകും. മുകളിലേക്കുള്ളവരിലേക്ക് നോക്കണ്ട, അത് അവർക്കുള്ള പരീക്ഷണമാണ്. നീ നിന്നേക്കാൾ കുറഞ്ഞവരിലേക്ക് നോക്ക്. അങ്ങനെ നീ ശീലിച്ചാൽ ഫഇന്നഹു അജ്ദറു അൻ ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. റഹ്മാനായ റബ്ബ് നിനക്ക് എന്തൊക്കെ നിഅമത്താണ് തന്നത് എന്ന് നിനക്ക് അപ്പോഴേ കാണാൻ പറ്റൂ. അപ്പോഴേ നിനക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് അള്ളാഹ് എനിക്ക് തന്നത് എന്ന് അപ്പോഴേ ബോധ്യപ്പെടും. അപ്പൊ നീ നന്ദി കാണിക്കുന്നവനായിരിക്കും, നീ ശുക്ർ കാണിക്കുന്നവനായിരിക്കും, റഹ്മാനായ റബ്ബിനോട് കൂടുതൽ അടുക്കുന്നവനായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു പരിഹാരം. രണ്ടാമത് സഹോദരങ്ങളെ, പലപ്പോഴും സാമ്പത്തിക ഇടപാടുകളും മറ്റും ക്രയവിക്രയങ്ങളിലും നമ്മളൊന്ന് അതിരുവിട്ടാൽ പിന്നെ നമ്മുടെ നാവിന്റെ ലൈസൻസ് നഷ്ടപ്പെടും. എന്താ നാവിന്റെ ലൈസൻസ്? നാവിന്റെ നിയന്ത്രണം എന്താ? കളവ് പറയാതിരിക്കുക എന്നതാണ് നാവിന്റെ ഏറ്റവും വലിയ ഗുണം. നാവ് കൊണ്ട് കളവ് പറയില്ല എന്ന് തീരുമാനിക്കലാണ് ഒരാൾ നാവ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും നല്ല അമൽ സാലിഹാത്ത്. ആ ബന്ധം, ആ നാവിനോടുള്ള ആ കാര്യം നമുക്കങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം തീരുമാനിക്കണം, കളവ് പറയില്ല.
കാരണം കടം വാങ്ങിയതിനോട് പിന്നെ മറ്റൊരു കാണുമ്പോൾ വേറെ 100,000 കളവ് പറയേണ്ടി വരും. തന്റെ ജീവിതത്തിൽ കടം കിട്ടണമെങ്കിൽ ആവശ്യം പറഞ്ഞാൽ കിട്ടൂല, വീടിന്റെ മോഡിഫിക്കേഷൻ കിട്ടൂല. അപ്പോ വീട്ടിലെ രോഗിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. മെഡിക്കൽ കോളേജിലെ അഡ്മിറ്റിനെ കുറിച്ച് പറയേണ്ടി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടേ റസൂലുള്ളാഹി പറയാം, പറഞ്ഞ കളവ് മൂടി വെക്കാൻ കൂടുതൽ കളവ് പറയേണ്ടി വരും. അത് അവനെ മാനസിക രോഗിയാക്കും, മനക്ലേശത്തിലേക്ക് എത്തും. റസൂലുള്ളാഹി പറഞ്ഞു, അൻ അഖൂലൽ ഹഖ്, നീ സംസാരിക്കുകയാണെങ്കിൽ സത്യം മാത്രം പറയാം. വൈൻകാന മുറ, അതുകൊണ്ട് നിനക്ക് കയ്പ് അനുഭവപ്പെട്ടാലും ഒരു പ്രയാസം അത് മുഖേന ഉണ്ടായാലും നീ കളവ് പറയില്ല, സത്യം മാത്രമേ പറയൂ എന്ന് തീരുമാനിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറയുന്നവന്റെ കൂലിയെ കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ? ഓ സ്വർഗത്തിലെത്തുന്ന. ദുനിയാവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് പറഞ്ഞിട്ടില്ല. എന്താ അറിയോ? ഖാല റസൂലുള്ളാഹി അലൈക്കും ബിസ്സിദ്ഖ്. അലൈക്കും എന്ന വാക്കിന്റെ പ്രയോഗം എന്താ അറിയോ? നിർബന്ധം എന്നാണ്. ഫറദ്. അലൈക്കും ബിസ്സിദ്ഖ്. വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗുണമായ സൽസ്വഭാവങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്ന് അസ്ദിഖ്, നിങ്ങൾ സത്യസന്ധരാവുക എന്നതാണ്. ഫഇന്ന അസ്ദിഖ യഹ്ദി ഇലൽ ബിർ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ യഹ്ദി, അത് നിങ്ങളെ നേർവഴിയിലേക്ക് ഇലൽ ബിർ, പുണ്യം ചെയ്യാൻ, പുണ്യത്തിലേക്ക് മാത്രമേ സത്യസന്ധമായ ഒരു ജീവിതം നയിക്കൂ, അത് അവിടേക്ക് എത്തിക്കുക. ഇന്നൽ ബിർ, നിങ്ങൾ പുണ്യവാന്മാരായാൽ യഹ്ദി ഇലൽ ജന്ന, അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സത്യസന്ധനായി ഇങ്ങനെ ജീവിച്ചാൽ യതഹറാ അസ്ദിഖ്, അല്ലേ, ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അല്ലാഹു അവനെ ശ്രേഷ്ഠമായ ഒരു നാമകരണം ചെയ്യും. എന്താ പറയുക? സിദ്ദീഖ്. വിശ്വാസികളെ, ഇന്നങ്ങൾ മരിച്ചാൽ അള്ളാഹിന്റെ കിതാബ് കാണുമ്പോ എന്റെ പേര് സിദ്ദീഖാണ് എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരുങ്ങിയോ? ശ്രദ്ധിച്ചോ? വാക്കിലും പ്രവൃത്തിയിലും ഇടപാടിലും ഇത് ഒരു പരിഹാരം. നമ്മൾ സത്യസന്ധനാണെങ്കിൽ കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, ഇടപാടുകളിൽ, കച്ചവടത്തിൽ നമ്മൾ സത്യസന്ധനാണെങ്കിൽ വീട്ടിൽ നമ്മൾ നിർഭയരായിരിക്കും. ഭാര്യയുടെ അടുത്ത് നിർഭയരായിരിക്കും, മക്കളുടെ അടുത്ത് നിർഭയരായിരിക്കും. ഒരു പേടി വേണ്ട. വാപ്പാനെ വിശ്വാസമായിരിക്കും, ഉമ്മാനെ വിശ്വാസമായിരിക്കും. എവിടെ നഷ്ടപ്പെട്ടോ നരകത്തിലേക്ക്. വഇയ്യാകുമുൽ കദിബ്, കളവ് പറയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. കളവുമായി ബന്ധപ്പെട്ടത് ഒന്നും ഉണ്ടാകാൻ പാടില്ല. കച്ചവടത്തിൽ ഉണ്ടാകാൻ പാടില്ല, വ്യവഹാരങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഫഇനൽ കദിബ്, നിങ്ങൾ കള്ളം പറയുന്നവരാണെങ്കിൽ യഹ്ദി ഇലൽ ഫുജൂർ, അത് നിങ്ങളെ ഫുജൂറിലേക്കാണ്. ഫുജൂർ എന്ന തമ്മാടിത്തന്നാൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഫഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, അത് നരകത്തിലേക്ക് എത്തിക്കും, നരകത്തിലേക്ക് എത്തിക്കും. അങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അവന്റെ പേരിനെ അല്ലാഹു മാറ്റും, നുണയൻ. അവന്റെ ഫസ്റ്റ് പേജ് അല്ലാഹു പരലോകത്ത് വെക്കുമ്പോ നുണയന, സ്വർഗ്ഗമല്ലല്ലോ. അല്ലാഹു കാക്കുമാറാവട്ടെ. എന്നാ കിതാബിന് മുന്നിൽ നമ്മളെ പേരിന്റെ കൂടെ സിദ്ദീഖ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, വല്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് ദുനിയാവിലെ ടെൻഷൻ ഫ്രീ ആകണോ? അതല്ലേ നമ്മളെ പ്രശ്നം. നുണ പറയില്ല, തീരുമാനിക്കാം. അതിങ്ങനെ നമ്മളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ അടുപ്പിക്കുന്നത് സന്തോഷത്തോടു കൂടി അനുഭവിക്കാൻ നമുക്ക് പറ്റും. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാം, നിസ്കരിക്കാം, നോമ്പ് നോൽക്കാം, എല്ലാവരും പെടും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഓതി പഠിപ്പിക്കുക, വക്കൂനൂ, നിങ്ങളായിരിക്കണം സ്വാദിഖീൻ, സ്വാദിഖീങ്ങളുടെ കൂടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ, സത്യസന്ധരുടെ കൂടെ നിങ്ങളായിരിക്കുക എന്നാണ്. ഈ ആയത്തിനെ പല വിധത്തിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിനെയും സുന്നത്തിനെയും യഥാവിധി പിൻപറ്റുന്നവരുടെ കൂടെ നിങ്ങളായിരിക്കുക, അവരെ കൂടെ നമ്മളാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതയായിക്കൊണ്ടാണ് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നത്. 3 സഹോദരങ്ങളെ, എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടാകും. പക്ഷേ നമ്മുടെ ഒരു ഉറ്റ ബന്ധുവിനോടുള്ള ഒരു പിണക്കം, നമ്മൾ ഒന്നിച്ചിരിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ എല്ലാ സന്തോഷവും നഷ്ടപ്പെടുത്തും, അല്ലെ? ഒരു കല്യാണത്തിന് പോയാൽ സന്തോഷിക്കാൻ പറ്റൂല, ഒരു മരണ സദസ്സിൽ പോയാൽ സന്തോഷിക്കാൻ പറ്റില്ല. ഇങ്ങനെ സംഘർഷം അനുഭവിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്ത് പലരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അൻ അസ്ല റഹ്മീ, റസൂലുള്ളാഹി പറയാ, എന്ത് ചെയ്യണം? എന്റെ കുടുംബ ബന്ധം ചേർക്കണം. വ ഇൻ അദ്ബർതു, അവർ നിന്നെ അവഗണിച്ചാലും, നിന്നെ അവർ അവഗണിച്ചാലും, നിന്നെ അവർ പരിഗണിക്കുന്നേ ഇല്ല, നിനക്ക് തെറ്റാൻ പാടില്ല. അപ്പൊ നിനക്ക് ഏത് സദസ്സിൽ ചെന്നാലും എവിടെ ചെന്നാലും നിനക്ക് സന്തോഷിക്കാൻ പറ്റും. എവിടെ നിന്നാലും നീ രോഗിയായി, കിടപ്പായി, പ്രയാസം വന്ന്, ബുദ്ധിമുട്ടായി, കുടുംബത്തോട് എനിക്ക് എല്ലാ ബാധ്യതയും തീർത്തിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ സഹാബി വന്നിട്ട് പറയാ, റസൂലേ, ഞാൻ എന്നെ മുസ്ലിം ആയതിനു ശേഷം എന്റെ കുടുംബത്തിലൊക്കെ ഞാൻ പോകും, എല്ലാവരോടും സംസാരിക്കും, പക്ഷെ എന്നെ അങ്ങോട്ട് അവഗണിക്കും. മാത്രല്ല, എന്നെക്കാൾ പ്രായം കുറഞ്ഞവരെ വിട്ട് അവരെന്നെ പരിഹസിക്കും. ഞാൻ സലാം പറഞ്ഞ, നല്ല കാര്യം പറഞ്ഞ അവർ കേൾക്കൂല. ഞാൻ എന്താ തിരിച്ചു പോന്നോട്ടെ, അവരെന്ന് അവഗണിച്ചോട്ടെ. റസൂലേ, അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞേ? നീ ചെയ്താ ശരി, നീ അവിടെ തന്നെ നിൽക്കണം, അവരോട് സംസാരിക്കണം, അവരോട് ഇടപെടണം. നീ എന്താണോ ചെയ്യുന്നത് അതേപോലെ നീ ജീവിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താ അതുകൊണ്ട് കിട്ടുക? സ്വസ്ഥതയും സമാധാനവും നാളെ പരലോകത്ത് സ്വർഗ്ഗവും ലഭിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നിങ്ങൾ ഈ കുടുംബത്തിലുള്ള ചെറിയ വിള്ളലുകൾക്ക് പിന്നാലെ അത് കട്ടികൂട്ടല്ലേ.
അതൊന്ന് അവഗണിച്ച് അവരോടൊന്ന് അടുത്ത് പെരുമാറി ജീവിക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ദുനിയാവിൽ ചിലപ്പോൾ നിങ്ങൾ ആരും മൈൻഡ് ചെയ്യൂല. പക്ഷേ ഖാല മൻ സറഹു അയ്യുമദ്ദ ലഹു ഫി ഉംരി, ഒരാൾക്ക് അയാളുടെ ആയുസ്സിന് ദീർഘം ലഭിക്കണം, നല്ല ആയുസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ഉപജീവനത്തിൽ അവന് വിശാലത ലഭിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ആളുകൾ കേൾക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ദുർമരണം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പ്രയാസകരമായ മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ 2 ഗുണമുണ്ടായാൽ മതി. അള്ളാഹനെ സൂക്ഷിച്ച് ശരിക്കും ജീവിക്കുക, നിസ്കാരവും നോമ്പും സക്കാത്തും വിശ്വാസവും തൗഹീദും ഒക്കെ ഉറപ്പിക്കുക. എന്നിട്ടോ വലിയ സുറഹ്മ തന്റെ കുടുംബ ബന്ധത്തെ ശരിക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യുക. അത് ചേർക്കുക, വെള്ളാനേക്കാൻ പാടില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും, സ്വർഗം കിട്ടും. 4-മത്തെ ഒരു കാര്യം തരും, നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, അവരിൽ നിന്ന് അവൻ എന്തേ എനിക്ക് തന്നില്ല, അവൻ എന്തേ എന്നോട് അതിനെപ്പറ്റി ചോദിച്ചു, ഒന്നുമില്ല. ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സ്വയം പര്യാപ്തനായി നമ്മൾ ജീവിക്കുന്നില്ല. ഒന്നും ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോഴല്ലേ കിട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ടുള്ളൂ. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് എന്തായാലും, അല്ലാ അസ്അലന്നാസ ശൈഅ, നീ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്. അബൂദർ റളിയല്ലാഹു അൻഹു കൊടുത്ത ഉപദേശം അല്ലാ അസ്അലന്നാസ ശൈഅ. ഇത് നമ്മൾ പ്രാക്ടിക്കൽ ആക്കിയ സഹോദരങ്ങളെ. അവന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായാലും എന്താ, വലിയ ബിൽഡിംഗ് ഉണ്ടായാലും എന്താ, നമ്മൾ ഒന്നുമില്ല, ഒന്നും ചോദിക്കാതിരിക്കുക. ആനുകൂല്യം പറ്റിയാൽ അവരോട് നമുക്ക് വിധേയപ്പെടേണ്ടി വരും എന്നതാണ്. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം വിശ്വാസികളെ, നമ്മൾ ഇരട്ട മുഖം സ്വീകരിക്കാതിരിക്കുക. 2 മുഖം. ശുദ്ധമായ ഇസ്ലാമിനെ നമ്മൾ ജീവിതത്തിൽ അങ്ങോട്ട് സ്വീകരിക്കുക. അള്ളാഹനെ മാത്രം നമ്മൾ ആരാധിച്ച് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ വ്യക്തിത്വത്തോടു കൂടി ജീവിച്ചാൽ എന്തൊക്കെ ദുനിയാവിൽ പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ ആരൊക്കെ ആക്ഷേപിച്ചു, ഭരണകൂടം തന്നെ നമുക്കെതിരെ തിരിഞ്ഞു, ഒരു പേടിയും വേണ്ട. ശുദ്ധമായ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അല്ല അഖാഫു ഫില്ലാഹ് ലൗമത ലാഇം, ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ശുദ്ധ മനുഷ്യനായി നീ ജീവിക്കാം. കരുത്തുള്ള ഒരു മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നിർഭയത്വവും നാളെ പരലോകത്ത് സ്വർഗ്ഗവും നൽകും. മാത്രമല്ല ഒന്നുകൂടി ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യാം. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അധികമായി നമ്മൾ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അൻസ്തക്സിർ ഫി ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നീ നിന്റെ ജീവിതത്തിൽ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടുന്ന ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതെന്തെന്നറിയോ? കെൻസിൽ ജന്ന, അത് അള്ളാഹിന്റെ സ്വർഗത്തിലെ കെൻസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് മതി എനിക്ക് എന്ന പ്രഖ്യാപനമാണ് അല്ലെ. ദുൽഹജ്ജ് മാസത്തെ പ്രതീക്ഷിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് കൂടുതൽ ഓർക്കുന്ന ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ നാട്ടിൽ ജീവിക്കുന്ന മനക്കരുത്തുള്ള ഒരു മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എനിക്കല്ല മതി, റഹ്മാനായ റബ്ബ് മതി, എന്റെ വലിയ അള്ളാഹുവാണ്, എന്റെ രക്ഷാധികാരി അള്ളാഹുവാണ്, അവന്റെ തൃപ്തിക്കപ്പുറത്തേക്ക് ഒന്നും എനിക്ക് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ഈ ദുനിയാവിലെ എത്ര ദാരിദ്ര്യം പിടിച്ചവനാണെങ്കിലും ജോലിയില്ലാത്തവനാണെങ്കിലും മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടേണ്ടവനാണെങ്കിലും സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് പ്രാർത്ഥിച്ച് അവൻ പുഞ്ചിരിയോടുകൂടി ജീവിക്കും. നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഈ സൗഭാഗ്യങ്ങൾക്ക് നടുവിലും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്, ഉറങ്ങാൻ സാധിക്കാത്തവരാണ്. ദേഷ്യവും വെറുപ്പും വിദ്വേഷവും നമ്മെ കാർന്നു തിന്നുന്ന മാരക രോഗങ്ങളായി കടന്നു വന്നിരിക്കുന്നു. വിശ്വാസികളെ, പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്കുള്ള തിരിച്ചു നടത്തമാണ് ദുനിയാവിലും ആഖിറത്തിലും നമുക്കുള്ള മോചനം എന്നറിയുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.